ഹായ് എവറി വൺ. അപ്പോൾ ഞാനിന്ന് എൻ്റെ നീറ്റ് സ്റ്റോറി നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ +2 പാസ്സായത് 2020-ലാണ്. അപ്പോൾ അതൊരു കൊറോണ ടൈമായിരുന്നു. അപ്പോൾ ബ്രില്യൻ്റ് എല്ലാം ഓൺലൈൻ ആക്കിയ ടൈമായിരുന്നു. അപ്പോൾ ഞാൻ ബ്രില്യൻറ്റിൽ ഓൺലൈൻ കോഴ്സാണ് എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം ബ്രില്യൻറ്റിൽ ചേർന്നപ്പോൾ ഇത് തകർക്കും എന്ന് വിചാരിച്ചു. ഭയങ്കര സീനായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇവർ ഡെയിലി 3 വീഡിയോസ് ഇടും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഇങ്ങനെ 3 വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ഭയങ്കര സ്റ്റുഡിയോസ് ആയിരുന്നു ഫസ്റ്റ്. ഞാൻ എഴുതും, നോട്ട് എഴുതും, കുത്തിയിരുന്ന് എഴുതും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 വീഡിയോസും എനിക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റാതായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ ബയോളജിയും കെമിസ്ട്രിയും കാണും. ഫിസിക്സ് ആകുമ്പോൾ ഫിസിക്സ് കാണാനിരുന്നാൽ തീരെയില്ല. അങ്ങനെ ഫിസിക്സ് പെൻഡിങ് ആയി ലാസ്റ്റ് ഒരു മലയായി എനിക്ക്. അപ്പോൾ പിന്നെ പോരാത്ത ഞാൻ വീട്ടിലും കൂടെ ആയിരുന്നു. അപ്പോൾ വീട്ടിലുള്ളപ്പോൾ എനിക്കറിയാമല്ലോ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. എനിക്കാണെങ്കിൽ കസിൻസ് വരും, പിന്നെ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ അവളായിട്ട് കളിക്കും. പിന്നെ വീട്ടിൽ ഉമ്മി എല്ലാവരും ഉണ്ട്. അപ്പം ആ ഒരു പഠിത്തത്തിലേക്കുള്ള നമുക്ക് അങ്ങനെ പോവില്ല നമ്മൾ. അപ്പോൾ പെൻഡിങ്ങും ഉണ്ടായിരുന്നു കുറേ. ലാസ്റ്റ് നീറ്റാണെങ്കിൽ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ലാസ്റ്റായപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ ഞാനിനി എന്ത് ചെയ്യും? ഇത്രയും വീഡിയോസ് എനിക്ക് കാണാനുണ്ട്. ഞാൻ ഫിസിക്സ് പഠിച്ചിട്ടില്ല. ഫിസിക്സ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാൻ തുടങ്ങി. കെമിസ്ട്രിയിൽ ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ അത്യാവശ്യം നല്ലോണം പഠിച്ചു. മറ്റേ ഫിസിക്സ് വാല സാറിൻ്റെ വീഡിയോസാണ് കണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഫിസിക്സിലും കെമിസ്ട്രിക്ക് കുറച്ചും കൂടി അധികം ബേസ് ഉണ്ടാക്കി. അങ്ങനെ ഞാൻ നീറ്റിന് പോയപ്പോൾ എനിക്ക് എൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 450 ആയിരുന്നു. അപ്പോൾ 450 ആയതുകൊണ്ട് ഗവൺമെൻറ് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ എനിക്കൊരു ഏജൻസി വഴി അങ്ങനെ ഗവൺമെൻറ് കിട്ടാത്തതുകൊണ്ട് ഇപ്പം എനിക്ക് പൊതുവെ ഉള്ള ധാരണ ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് ഒക്കെ 1 കോടി ആവും MBBS പഠിക്കാൻ, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനൊക്കെ ആ ടൈമിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കസിൻ വഴി ഒരു ഏജൻസിനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഏജൻസി പറഞ്ഞു കിട്ടൂല. അപ്പം ഞാൻ അവർ കിട്ടൂല എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റിൽ വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ ഒന്നും കിട്ടൂല, 1 കോടി ആവും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അലോട്ട്മെൻറ്റിൽ ഒന്നും വെച്ചുമില്ല. അപ്പോൾ കാര്യങ്ങൾ ഇവർ വെക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്ത് പോയി പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റഷ്യയിൽ പോകാനാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഉക്രൈനിലേക്ക് അവർ സെലക്ട് ചെയ്തു. അങ്ങനെ അവർ അത് നമുക്ക് സെപ്റ്റംബർ 13th ആയിരുന്നു എക്സാം. അപ്പോൾ സെപ്റ്റംബർ 13 കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുനിന്ന് അബ്രോഡ് എന്ന് പറയുമ്പോൾ സമ്മർ ഇൻടേക്കും ഉണ്ട്, വിൻ്റർ ഇൻടേക്കും ഉണ്ട്. അപ്പോൾ ഞാൻ സമ്മർ ഇൻടേക്കായിട്ട് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഏജൻസിക്കാർ നല്ല ലാഗ് വന്നു. പിന്നെ അവർ കൂടാതെ ഞാൻ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റി അല്ലാതെ അവർ വേറെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇവരിട്ട് വലിപ്പിച്ചു ഈ ഏജൻസിക്കാർ. അങ്ങനെ ഞാൻ കാർക്കീവ് യൂണിവേഴ്സിറ്റി അവർ സെലക്ട് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്തതല്ല, അവർ സെലക്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ സെപ്റ്റംബറിൽ പറഞ്ഞ കാര്യം ഡിസംബറും ജാനുവരിയും അങ്ങനെ നീണ്ടു പോയി. ഒരു 4-5 മാസം നീണ്ടുപോയി. അങ്ങനെ ജാനുവരി ആയപ്പോൾ ഇവരെ വിളിച്ച് പറഞ്ഞു ഈ പരിപാടി വേണ്ട, ഞങ്ങൾ കാശ് തിരിച്ചു തന്നിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇവരാണെങ്കിൽ ഇപ്പോൾ വരും അങ്ങനെ ഡൽഹിയിൽ പോയിട്ട് ബയോമെട്രിക്സ് ചെയ്യണമെന്ന്. അങ്ങനെ ഡൽഹിയിൽ പോയി ബയോമെട്രിക്സ് ജാനുവരിയിൽ ചെയ്ത് അങ്ങനെ ഫെബ്രുവരി വിസ വന്നതിന് ശേഷം ഞാൻ ഫെബ്രുവരി 18th ഇവിടെ നിന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ട്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറി. എന്നിട്ട് 19th ഷാർജയിലെത്തി. ഷാർജയിൽ നിന്ന് പിന്നെ നേരെ ഉക്രൈനിലേക്ക് പോയി. ഇപ്പോൾ ഒരുപാട് മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു. അവിടെ ചെന്നൊരു 2 ദിവസം റെസ്റ്റ് എടുത്ത് 3ാമത്തെ ദിവസം യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു. യൂണിവേഴ്സിറ്റിയിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു. കാർക്കീവ് യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി MCQs ഉണ്ടായിരുന്നു. പിന്നെ MCQസിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു, പാസ്സും ആയി. അങ്ങനെ ഇവർ പിറ്റേ ദിവസം വരാൻ പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാത്രി ഞങ്ങൾ പോയി. രാവിലെ എന്നിട്ടിപ്പോൾ വീട്ടിൽ നിന്ന് കോൾ വന്നപ്പോൾ ചോദിച്ചു അവിടെ അങ്ങനെയുള്ള സംഭവങ്ങൾ ന്യൂസിലൊക്കെ ഉണ്ടല്ലോ, അവിടെ എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷനൊക്കെ നമ്മളുടെ പ്ലേസ് എല്ലാം കുഴപ്പമില്ല, നോർമൽ പോലെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല, വെറുതെ പറഞ്ഞായിരിക്കും ആൾക്കാർ, വേറെ സ്ഥലത്തായിരിക്കും, ഉക്രൈനിലെ വേറെ ഏത് സ്ഥലത്തായിരിക്കും, ഇവിടെ ഒന്നും പ്രശ്നമില്ലെന്ന് ചോദിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അവർ പറഞ്ഞു എമർജൻസി ഇവാക്യുവേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കിട്ടിയ സാധനങ്ങളും എടുത്ത് ഉക്രൈനിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ആ ബങ്കറിലിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസും പിന്നെ ഒരുപാട് അവിടുത്തെ സിറ്റിസൺസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഞങ്ങൾ വെറുതെ ഇരിക്കലായി, വെറുതെ കിടക്കലായി. അപ്പോൾ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ആപ്പിളും പിന്നെ വെള്ളവും പിന്നെ ഈ ലേസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് സർവൈവ് ചെയ്തത്. പിന്നെ ബ്രെഡ് തരും കേട്ടോ അവർ, ആ ഒരു കണ്ടിത്ത ആൾക്കാർ നമുക്ക് ബ്രെഡ് തരുമായിരുന്നു. പിന്നെ അവിടെ കുറേ ദിവസം അങ്ങനെ നിന്ന്
പിന്നെ അവിടെ കുറേ ദിവസം നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് വീട്ടിലോട്ട് ഇനി ഒരു രക്ഷയില്ല, കാരണം അത്രക്ക് സീനായിപ്പോയി ഇവിടെ വാരം. അപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് എത്തണമെന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഏജൻസിക്കാർ ഞങ്ങൾക്കൊരു ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് വേറൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ആ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്നിറങ്ങലും അവിടെ നിന്ന് പെട്ടെന്ന് ഫയറിങ് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് കണ്ട്, ഞങ്ങളത് ഇറങ്ങിയപ്പോഴാണ് സംഭവിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ വിറ്റ്നസ് ആയിരുന്നു അതിൻ്റെ ഒരു ബിൽഡിങ്ങിലേക്ക് ഫയറിങ് ചെയ്യണത്. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓടി റെയിൽവേ സ്റ്റേഷനിലുള്ളിലേക്ക് കയറി. ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ ജീവിക്കോ മരിക്കോ അങ്ങനെ നമുക്കറിയില്ല, ഉറപ്പില്ല നമ്മുടെ ജീവിതം. കാരണം എനിക്ക് എൻ്റെ കൂടെ പാരൻസ് ഇല്ല, ഞാൻ ഒറ്റക്കാണ്, ആദ്യമായിട്ടാണ്, വേറൊരു കൺട്രിയാണ്, വേറൊരു സിറ്റുവേഷൻ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ എനിക്ക് ഭയങ്കരമായ ത്രോട്ട് പെയിനും പനിയും ഉണ്ടായിരുന്നു. യുക്രൈൻ എന്ന് പറയുമ്പം നെഗറ്റീവാണ് അവിടുത്തെ ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എനിക്കറിയാമല്ലോ അവിടുത്തെ തണുപ്പ് എന്തായിരിക്കും. അപ്പോൾ തൊണ്ടവേദനയും പനിയും പിന്നെ ഫുഡും ഇല്ല, ഉറക്കവും ഇല്ല, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ തണുപ്പും ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഞങ്ങളാണെങ്കിൽ ആ ഇട്ട ദേശത്തിൽ തന്നെയാണ് അവിടെ നിന്നത്. നമുക്ക് കുളിക്കാനോ നനക്കാനോ പല്ലേക്കാനോ ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് പറ്റില്ല. നമുക്ക് ബാത്റൂമിൽ പോയത് അത്ര ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ബാത്റൂമിൽ പോവാതെ. അത്രയ്ക്കും ബാത്റൂമൊന്നും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നു കൂടിയില്ല. ഞങ്ങളെങ്ങനെ അതെനിക്കിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ വിഷമമാണ്. അങ്ങനെ അത്രയ്ക്ക് വലിയ സിറ്റുവേഷൻ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ അവിടെ ഇരുന്ന്, ഫയറിങ് ആയതുകൊണ്ട് ആ രാത്രി ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ആ രാത്രി ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ 2 മണിയായപ്പോൾ പറഞ്ഞു വേറൊരു ട്രെയിൻ ഉണ്ട് 3 മണിക്ക്, അപ്പോൾ നിങ്ങൾ അപ്പുറത്തെ സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ മറ്റേ ഒരു ഗുഹ പോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്, അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് 3 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് നടന്ന് ഇപ്പോഴത്തെ സ്റ്റേഷനുണ്ട്. അങ്ങനെ നടന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പും പൊട്ടി. എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടാണ്, എൻ്റെ കയ്യിൽ വേറെ ചെരുപ്പുമില്ല. അപ്പോൾ കൂടുതലൊരു കുട്ടി എനിക്ക് ആ കുട്ടിയുടെ ചെരുപ്പാണ്. അപ്പോൾ എനിക്കറിയാമല്ലോ എൻ്റെ അളവ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം എൻ്റെ കാലം കാട്ടി ചെറിയ ചെരുപ്പായിരുന്നത്. അപ്പോൾ എൻ്റെ കാലത് ഇങ്ങനെ കുത്തിക്കയറ്റി ഇങ്ങനെ കാലിങ്ങനെ വിങ്ങണമായിരുന്നു സത്യം പറഞ്ഞാൽ. അതിട്ട് ഇങ്ങനെ അതിൽ കൂടെ ഇങ്ങനെ നടന്ന് പിന്നെ തിരിച്ചെത്തിയപ്പോൾ പറഞ്ഞു ട്രെയിനില്ല, തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും തിരിച്ചിങ്ങോട്ടേക്ക് നടന്നു. അങ്ങനെ കിടന്ന് കുറച്ചൊന്ന് ഉറങ്ങി വന്നപ്പോൾ പറഞ്ഞു വേഗം എണീറ്റു, എല്ലാവരും അങ്ങോട്ടേക്ക് പോകും, വീണ്ടും അവിടെ ട്രെയിൻ. അപ്പോൾ അങ്ങോട്ടേക്ക് വീണ്ടും നടന്നു ഞങ്ങൾ. ആ ഒരു ഞങ്ങളുടെ ലഗേജും ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഞങ്ങൾ വാങ്ങിച്ചു വെച്ച ബുക്സ്, ഡ്രസ്സുകൾ, ആ ഹോസ്റ്റലിലേക്ക് വാങ്ങിച്ചു വെച്ച സാധനങ്ങളെല്ലാം ഒന്നും നമുക്ക് കിട്ടിയില്ല. എല്ലാം പോയി, എല്ലാം വിട്ടിട്ടാണ് നമ്മൾ വന്നത്, നമ്മുടെ ലൈഫ് എങ്ങനെയെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊരു ട്രെയിൻ കയറി, ലിവീവിലേക്ക് ട്രെയിൻ കയറി. അവിടെ നിന്ന് കുറേ നിന്നിട്ടാണ് ട്രെയിൻ കയറിയത് രാത്രി. അങ്ങനെ ട്രെയിൻ കയറിയിട്ട് അവിടെ നിന്ന് എത്രയോ മണിക്കൂറുകളുണ്ടായിരുന്നു ലിവീവിലേക്ക്. മീൻസ് ഉക്രൈനിൽ തന്നെ വേറൊരു സിറ്റി ആയിരുന്നു ലിവീവ്. അപ്പോൾ ലിവീവിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മര്യാദക്ക് ഫുഡ് കഴിച്ചത്, ഒരു ബർഗർ കഴിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ബസ് കയറിയിട്ട് ഞങ്ങൾ പോയത് നേരെ ഹംഗറി ബോർഡറിലേക്കാണ്. അപ്പോൾ പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ ഹംഗറി ബോർഡറിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ നടക്കണം, വേറൊരു കൺട്രി ആണല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നടന്ന്, എൻ്റെ കൂടെ കുറച്ച് സ്റ്റുഡൻസും കൂടെ ഉണ്ടായിരുന്നു, കുറച്ച് സീനിയേഴ്സും പിന്നെ എൻ്റെ കൂടെ വന്ന കുറച്ച് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു, കാരണം ഇമിഗ്രേഷൻ സംഭവങ്ങളുണ്ടല്ലോ. പിന്നെ അതുകൂടാതെ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഇമിഗ്രേഷൻ ആയിരുന്നു. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരുപാട് മണിക്കൂർ അവിടെ നിന്ന് ആ തണുപ്പത്ത് ഒന്ന് ഇച്ചിരി ചൂട് കിട്ടിയാൽ മതി എന്ന് ഞാൻ എന്തോരം കൊതിച്ചെന്നറിയോ. അത്രയ്ക്ക് തണുപ്പ്, നമുക്ക് തണുപ്പ് വെറുത്ത് പോകും സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മണാലിയിലേക്കാ എങ്ങോട്ടോ ടൂറ് പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ട്രോമ എൻ്റെ മനസ്സിലുണ്ടല്ലോ, അത്രയ്ക്ക് ഞാൻ വെറുത്ത് പോയി ഈ തണുപ്പിന്. എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും പോലീസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നമ്മളെ പോലത്തെ സ്റ്റേഷനല്ല അവിടെ ഇങ്ങനെ അവിടെയും ഒരുപാട് നേരം ക്യൂ നിന്ന് പോലീസ് വെരിഫിക്കേഷൻ. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ മാത്രമല്ല അവിടുത്തെ സിറ്റിസൺസും ഉണ്ടാവും. അപ്പോൾ അവരെല്ലാവരും കൂടെ ഭയങ്കര തിക്കും തിരക്കും അങ്ങനെയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇമിഗ്രേഷൻ, അപ്പോൾ നമ്മളെ ഫോട്ടോ ഒക്കെ കാണാം, അത്രയ്ക്ക് വൃത്തിയുടെ കോലമുണ്ട്. കാരണം കുളി നനയില്ല, എന്താ 2ാമത്തെ ആഴ്ചയെന്ന് തോന്നുന്നുണ്ട് അവിടെ പോയിട്ട്. എന്നിട്ട് നേരെ ഞങ്ങൾ എന്നിട്ട് പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു, സക്സസ് ആയി. പിറ്റേ ദിവസം അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഞങ്ങൾ പോയത്
ഹംഗറി എയർപോർട്ടിലേക്കാണ്. ഹംഗറി എയർപോർട്ടിലെത്തിയപ്പോൾ ഇന്ത്യൻ എംബസിക്കാരുണ്ടായിരുന്നു. ഇന്ത്യൻ എംബസിക്കാർ ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം തന്നു. പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്റ്റേ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ല, നമുക്ക് ആ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഡൽഹിയിലേക്കൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ അത്രയും സ്റ്റുഡൻസ്, അത്രയും ആൾക്കാർ ഹംഗറിയിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിലേക്ക് പോയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഉക്രൈനിൽ നിന്ന് വന്ന സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിലേക്ക് ഞാൻ മാർച്ച് 6 ആയപ്പോഴാണ് നാട്ടിലേക്ക് എത്തിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിത് സർവൈവ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അത്രയും ബുദ്ധിമുട്ടി സത്യം പറഞ്ഞാൽ. മടുത്തിന് എനിക്ക് ഒരടി നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഓൺലൈൻ ക്ലാസ് ആക്കി. അപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും നടക്കണ കേസല്ല. കാരണം MBBS ആണ്, നമുക്ക് ഓൺലൈൻ ക്ലാസ്സൊന്നും എത്രയെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ് നമ്മൾ പഠിക്കും. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഈ എംബസിക്കാർ പറയും, ഈ എംബസിക്കാരല്ല, ഈ നമ്മുടെ ഏജൻസിക്കാർ പറഞ്ഞ് ഇപ്പം ശരിയാവും, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, നമുക്ക് പോവാം തിരിച്ച്. അങ്ങനെ അവർ പറയും അവിടെ പോകാൻ പറ്റില്ല, അർമേനിയ എന്ന് പറഞ്ഞൊരു കൺട്രിയിലേക്ക് പോകുന്നു. അപ്പോൾ അർമേനിയയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ കഡാവേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അവർ ഡമ്മി വെച്ചിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീമെറിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അർമേനിയ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു വൃത്തികെട്ട അവസ്ഥ. മീൻസ് എനിക്ക് എൻ്റെ പാരൻസിന് പോലും എന്നെ സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ഇത്രയും നാളും +2 കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കോളേജിലെല്ലാം കയറി. ഇപ്പം എൻ്റെ അവസ്ഥ ഞാൻ ചോദിക്കുമ്പോൾ +2 ഗ്രാജുവേറ്റ് മാത്രമാണ്, വേറൊരു എനിക്കൊരു ക്വാളിഫിക്കേഷനും ഇല്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥ. കാരണം എൻ്റെ പാരൻസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ആ ഒരു എക്സ്റ്റെൻറ്റ് വരെ അവർ പോവും. അങ്ങനെ ഞാനങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നീറ്റ് ചെയ്താണ് വീണ്ടും തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ 2021 നീറ്റാണ് എഴുതിയത്. അപ്പോൾ 20ൽ +2 കഴിഞ്ഞ് 21 നീറ്റിനാണ് എഴുതി. പക്ഷേ 22ൽ നീറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഈ ഒരു ഉക്രൈനിൽ ആ ഒരു ഇതിപ്പോൾ വരും, ഇന്ന് വരും, നാളെ വരും, അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എനിക്ക് 22 നീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ 23ൽ നീറ്റ് ചെയ്താനാണ് തീരുമാനിച്ചത്. ആ നീറ്റിൻ്റെ സ്റ്റോറി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം. കാരണം ഇതൊരു വലിയൊരു ലോങ് വീഡിയോ ആവും. അതുകൊണ്ട് ഞാൻ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇത്രയും സർവൈവ് ചെയ്യുമെന്ന്. പിന്നെ പാരൻസിൻ്റെ എല്ലാം പ്രാർത്ഥന കൊണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയാക്കി പോവാന്നൊക്കെ വിചാരിച്ചാണ്. നീറ്റ് MBBS വേണ്ട, എന്തിന് ഇത്രയും കഷ്ടപ്പെടണം, ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. പിന്നെ മനസ്സിലൊരു ഇതുണ്ടല്ലോ, നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ആഗ്രഹിച്ചു വന്നില്ലേ ഡോക്ടർ ആവണം, എനിക്ക് ഇതാവണം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ MBBS നീറ്റ് അങ്ങനെ വിചാരിച്ച ഇതാണല്ലോ. അപ്പോൾ നമുക്കതൊരിക്കലും എത്രയൊക്കെ ഇത് വന്നാലും ഞാനത് അതിൽ നിന്ന് പുറകോട്ട് പോയില്ല. പിന്നെ എൻ്റെ പാരൻസ് എൻ്റെ കൂടെ നിന്നു. എൻ്റെ പാരൻസ് ഇപ്പോൾ ഇപ്പം മതിയാക്കി, ഇനി ഇത് വേണ്ടെന്ന് അവരൊരു വാക്ക് പറയണമെങ്കിൽ എൻ്റെ കരിയർ അവിടെ തീർന്നു. പക്ഷെ എൻ്റെ പാരൻസ്, അവർക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക് പറയേണ്ടത്. അവർ രണ്ടുപേരും, എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പിയും എൻ്റെ കൂടെ നിന്ന്. കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷനിലേക്കും നമ്മളൊക്കെ അറിയാം, നമ്മുടെ കുടുംബക്കാരെല്ലാം പറയും എന്തിനെ പഠിപ്പിക്കുന്നത്, കെട്ടിച്ചു വിട്, അങ്ങനെ ഒക്കെ അറിയാലോ, സൊസൈറ്റി അങ്ങനെ ചെയ്യണം. പക്ഷേ എൻ്റെ പാരൻസ് ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല, ആരുടെ വാക്കും മൈൻഡ് ചെയ്തിട്ടില്ല. അവർ എൻ്റെ ആഗ്രഹമാണ് അവർക്ക് വലുത്. അപ്പോൾ അവർ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സീരിയൽ ഇരിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ 2020 ആ ഒരു ടൈമിൽ ഞാനിനി നീറ്റിനെ എഴുതൂല, എൻ്റെ ജീവിതത്തിൽ ഞാൻ നീറ്റ് എഴുതൂല, NCERT ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊടൂല എന്ന് വിചാരിച്ച് ഞാനാണ്. പക്ഷേ എനിക്ക് നീറ്റ് വീണ്ടും എഴുതേണ്ടി വന്ന് ആ ഒരു സ്റ്റോറി ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ എനിക്കിതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് എനിക്ക് ലോസ്റ്റ് ആയത് 10 lakhs rupees പാരൻസിൻ്റെ. പിന്നെ എനിക്ക് വാങ്ങിച്ച ഡ്രസ്സ്, എൻ്റെ ബുക്സ്, അങ്ങോട്ടേക്ക് പോകാൻ വാങ്ങിച്ച പാത്രങ്ങൾ എല്ലാം, പുതിയ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഒന്നും തിരിച്ച് കിട്ടിയുമില്ല കേട്ടോ, അത് പോയി, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു വിധി.
പിന്നെ അറിയാലോ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും നമുക്കതിന് മുമ്പിൽ. പക്ഷെ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്താൽ നമുക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്താം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എൻ്റെ ഒരു ലൈഫ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു സ്റ്റോറി ആയിട്ട് തോന്നും, പക്ഷേ എനിക്കിതെൻ്റെ ലൈഫാണ്. കാരണം +2 കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കോളേജിൽ പോയി, അവരവിടെ പഠിക്കുമ്പോൾ ഞാൻ വെറും വീട്ടിലിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ അവസ്ഥ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കാരണം നമ്മളുടെ പാരൻസിന് ഇത്രയും കാശ് നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ബാഡ് അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ, എൻ്റെ വേസ്റ്റ് അവസ്ഥ. പക്ഷേ ഞാൻ അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത്, എനിക്ക് അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പാരൻസാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കുറച്ച് ഫാമിലിയിലെ റിലേറ്റീവ്സ്. അപ്പോൾ ലൈഫ് അങ്ങനെയാണ്, നമുക്ക് പല തടസ്സങ്ങളും ഉണ്ടാവും, പക്ഷെ നമ്മളതൊക്കെ ഓവർകം ചെയ്ത് വരാം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. താങ്ക് യു.